സിത്താരയെ മഹാദേവൻ ഏന്തയാർ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നതും തന്നെ ഏൽപ്പിച്ചതുമായ ചരിത്രം പറയുകയായിരുന്നു മരിയാനെറ്റോ. നയോമി മൂളി കേട്ടുകൊണ്ടിരുന്നു. കുറെ വലിയ പാവക്കുട്ടിയില്ലേ സിൻഡ്രല്ല, അതുപോലെ ഇരുന്നു അവൾ. സ്വർണ്ണ തലമുടിയില്ലെന്നേയുള്ളൂ. അവളുടെ ഓമനത്തം കൊണ്ട് തന്നെ ആർക്കും അവളെ സ്നേഹിക്കാൻ തോന്നും. ഇവിടെ വന്ന് ആദ്യ ദിവസങ്ങളിൽ അവൾ വളരെ ദുഃഖിതയായിരുന്നു. അവൾക്ക് അമ്മയെ കാണണം, അങ്കിളിനെ കാണണം, മുത്തശ്ശിയെ കാണണം. ആരും കാണാതിരിക്കാൻ മേശക്കീഴിലൊക്കെ പോയി തല കുമ്പിട്ടിരുന്ന് കരയും. ഒച്ചയൊന്നും പുറത്ത് കേൾപ്പിക്കില്ല. ഭക്ഷണം കൊടുത്താൽ കഴിക്കാൻ മടിയാണ്. വിശപ്പില്ലാഞ്ഞോ ആഹാരത്തിന് രുചിയില്ലാഞ്ഞോ അല്ല, മനോവിഷമം കൊണ്ടാണ്. ചെറിയ കുഞ്ഞല്ലേ, 2.5 വയസ്സല്ലേയുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ അതൊരു ടേണിംഗ് പോയിന്റ് എന്നോ ഒരു ജീവിത സംഭവമെന്നോ തോന്നും. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ കയറി നിന്ന് നോക്കുമ്പോഴേ അതിൻ്റെ വേദനയും വിഷമവും നിരാശയും മനസ്സിലാക്കാൻ പറ്റൂ, അഷ്ടമൂർത്തി പറഞ്ഞു. അതെ, അവളെ സംബന്ധിച്ചിടത്തോളം പരിചയമില്ലാത്ത വീട്, പരിചയമില്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത ചുറ്റുപാടുകൾ. ഭക്ഷണത്തിൻ്റെ രുചിയും ആളുകൾ പെരുമാറുന്ന രീതിയും എല്ലാം വ്യത്യസ്തം. ആകെ അവൾക്കൊരാശ്രയം അവളെക്കാൾ അല്പം കൂടി മുതിർന്ന 2 കുട്ടികൾ മാത്രമാണ്, ജിംസണും കെസിയയും. കെസിയയ്ക്ക് സിത്താരയേക്കാൾ 2 വയസ്സേ ഉള്ളൂ കൂടുതൽ. ജിംസണ് 4 വയസ്സിൻ്റെ മൂപ്പുണ്ട്. അവർ 2 പേരും അവളെ കളിക്കാൻ വിളിച്ചുകൊണ്ട് പോകും. കുട്ടികളുടെ കളിയല്ലേ, എന്തെങ്കിലും ഉരുട്ടിക്കളിയോ കളിപ്പാട്ടം കൊണ്ടുള്ള കളിയോ ഓടിക്കളിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ സിത്താര കളിക്കില്ല. ജിംസണും കെസിയയും കളിക്കുന്നത് നോക്കിക്കൊണ്ട് താടിക്ക് 2 മുഷ്ടിയും ഊന്നി വെറുതെ ഇരിക്കും. കളികളൊന്നും അവളെ ആകർഷിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം കണ്ണു നിറഞ്ഞു വരുന്നതും കവിളിലൂടെ കണ്ണുനീർത്തുള്ളി ഉരുണ്ടു വീഴുന്നതും. നമ്പ്യാർ സാർ അപ്പോഴൊക്കെ എസ്റ്റേറ്റിലുണ്ടോ? 4-5 ദിവസം എസ്റ്റേറ്റ് ബംഗ്ലാവിലുണ്ടായിരുന്നു. ദിവസം 2 തവണയെങ്കിലും സിത്താരയെ കാണാൻ വരും. അപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമുണ്ടാകും. നമ്പ്യാർ സാർ പോയി കഴിയുന്നതോടെ മുഖം വാടും. മിയോന എന്നായിരുന്നു അവളുടെ പേര്. നയോമി എന്ന പേരിൻ്റെ മലയാളം ആൽഫബറ്റ് മറിച്ചിട്ടാൽ കിട്ടുന്ന പേര്. നയോമിയും മിയോനയും അവളുടെ മുത്തശ്ശിയുടെ കണ്ടുപിടുത്തങ്ങളായിരുന്നു, പിന്നീട് നമ്പ്യാർ സാർ പറഞ്ഞിട്ടുണ്ട്. അവളെ ഇവിടെ വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്പ്യാർ സാർ പറഞ്ഞു, മരിയ, കുട്ടിയുടെ പേര് മാറ്റണം. ആ പേര് പോലും അവളെ ഫോളോ ചെയ്യരുത്. അപ്പോഴും അവൾ ആരാണെന്ന് പറഞ്ഞിട്ടില്ല? അഷ്ടമൂർത്തി ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. ചോദിക്കാനും ഭയം. പറയുന്ന ജോലി ചെയ്താൽ മതിയല്ലോ. നമ്പ്യാർ സാർ മലേഷ്യയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ഇവിടെ വന്നപ്പോൾ മടിച്ചു ചോദിച്ചു, ഈ കുട്ടി ആരാണെന്ന്. ഞാൻ ദത്തെടുത്തതാണ് എന്നായിരുന്നു മറുപടി. പിന്നീട് എന്തെങ്കിലും ചോദിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും, കൂടുതലൊന്നും അറിയണ്ട എന്നുകൂടി പറഞ്ഞു. നമ്പ്യാർ സാറിൻ്റെ മോളാണെന്ന് സംശയമുണ്ടായിരുന്നോ? ഇല്ല, നമ്പ്യാർ സാറിന് പ്രായം 40 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കോലാലംപൂരിലുണ്ട്. ഒരു ജാപ്പനീസ് സൈനികൻ്റെ മകളെയാണല്ലോ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത്. എനിക്കറിയാം, അസൂമി എനാറ്റ ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് അറിയാം. മക്കളെ അറിയുമോ? അഷ്ടമൂർത്തി ചോദിച്ചു. അവർ തീരെ കുട്ടികളായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. സന മഹാദേവൻ, അവൾ കല്യാണം കഴിച്ച് സിംഗപ്പൂരിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നതെന്നറിയാം. ആരോൺ ജന്മന തന്നെ ഭാഗ്യം കെട്ട കുട്ടിയായിരുന്നു. ഓട്ടിസം ബാധിച്ചു പരാശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവൻ. ഇവരിൽ സനയെ ഞാൻ കണ്ടിട്ടില്ല. അവളൊരു ചൈനീസ് ബിസിനസ്സുകാരനെയല്ലേ കല്യാണം കഴിച്ചത്? അഷ്ടമൂർത്തി ചോദിച്ചു. അതെ, അതൊരു പ്രണയവിവാഹമായിരുന്നു. നമ്പ്യാർ സാറിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവളങ്ങ് പോയി. പിന്നെയുള്ളത് ആരൻ. ബുദ്ധിയൊക്കെയുണ്ട്, മിക്ക കാര്യങ്ങളും തനിയെ ചെയ്യും. ഇലക്ട്രോണിക് സാധനങ്ങളോട് വലിയ കമ്പമാണ്. ടിവിയും കമ്പ്യൂട്ടറുമൊക്കെ കംപ്ലീറ്റ് അഴിച്ചുവാരി കൂട്ടിയിട്ട് മിനിറ്റ് വെച്ച് റീഫിറ്റ് ചെയ്യും. ആനിമേഷൻസും ഗ്രാഫിക്സും ഒക്കെ ഈസി ആയിട്ട് ചെയ്യും. പക്ഷേ കാറ്റ്, മഴ, ഇടിമിന്നൽ, വെള്ളം ഇതൊക്കെ പേടിയാണ്. നമ്മൾ പറഞ്ഞു വന്നത് സിത്താരയെ പറ്റിയായിരുന്നല്ലോ, അഷ്ടമൂർത്തി ഓർമ്മിപ്പിച്ചു. മിയോനയ്ക്ക് പുതിയൊരു പേര് കണ്ടുപിടിക്കണമായിരുന്നു. ഞങ്ങൾ പല പേരുകളും പറഞ്ഞു നോക്കി. ഒന്നും ഇണങ്ങുന്നില്ലെന്ന് തോന്നി. ഒടുക്കം ജിംസൺ ഒരു പേര് കണ്ടുപിടിച്ചു. അതങ്ങുറപ്പിച്ചു. അങ്ങനെ അന്നു മുതൽ അവളുടെ മിയോന എന്ന പേര് ഇല്ലാതായി. സിത്താര എന്ന് ഞങ്ങൾ വിളിച്ചു തുടങ്ങി. ആദ്യം അവൾക്കറിയില്ലായിരുന്നു അത് അവളുടെ പേരാണെന്ന്. അവളുടെ പുതിയ പേരാണെന്ന് പറഞ്ഞിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ എല്ലാവരും വിളിക്കുന്നത് സിത്താര എന്നാണ്. അത് അവളെയാണെന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. കൂടുതൽ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് തോന്നിക്കാണണം. ജിംസൺ ഒരു തവണ സിത്താര എന്ന് വിളിച്ചപ്പോൾ അവൾ തല തിരിച്ചു നോക്കി. അതോടെ ആ പേര് പതിഞ്ഞു. മഹാദേവൻ നമ്പ്യാർ ആ പേരിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? അദ്ദേഹത്തോട് ആ പേരാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഗുഡ് എന്ന് മാത്രം പറഞ്ഞു. ഫോണിൽ കൂടിയാണ് അറിയിച്ചത്. അപ്പോഴേക്കും സിത്താര ഇണങ്ങിത്തുടങ്ങി. ഞാനാണ് കുളിപ്പിക്കുന്നത്, മുടി ചീകി ഒതുക്കുന്നത്, ഉടുപ്പ് ഇടുവിച്ച് ഒരുക്കുന്നത്, എൻ്റെ കൂടെയാണ് കിടത്തി ഉറുക്കുന്നത്. എൻ്റെ വിചാരം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഏതോ ആശ്രിതൻ്റെയോ അടുത്ത ബന്ധുവിൻ്റെയോ കുഞ്ഞാണെന്നാണ്. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞ് പെട്ടെന്നുണ്ടായതല്ല.
ഒളിപ്പിക്കാൻ ഇടമില്ലാഞ്ഞിട്ട് കൊണ്ടുവന്നതല്ല. ഇത്ര ഓമനത്തമുള്ള ഒരു കുഞ്ഞിനെ അച്ഛനമ്മമാർ ഉപേക്ഷിക്കുമെന്ന് കരുതാനും വയ്യ. ഏതെങ്കിലും സുഹൃത്തിൻ്റെയോ ബന്ധുവിൻ്റെയോ ദുരന്ത മരണം ആ കുഞ്ഞു തനിച്ചായതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കാം. അച്ഛനമ്മമാർ അപകടമരണത്തിനിരയായിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളില്ലേ? ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സങ്കല്പിച്ചു വച്ചിരുന്നത്. മരിയാനെറ്റോ പറഞ്ഞു നിർത്തി. കുറച്ച് ശ്വാസമെടുത്തു. മുറ്റത്ത് നിന്നു മിന്നുമോളുടെ കരച്ചിൽ കേട്ടപ്പോൾ നയോമി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. എവിടുന്നോ ഓടി വന്ന ഒരു നായ മുറ്റത്തിന് നടുക്കു നിൽപ്പുണ്ടായിരുന്നു. അതിനെ കണ്ടു പേടിച്ചോടിയ മിന്നുമോൾ പടിയിൽ കാൽ തട്ടി വീണു കിടന്നു കരയുന്നുണ്ട്. നയോമി അവളെ വാരിയെടുത്തു. കൈക്കാൽ മുട്ടുകൾ പരിശോധിച്ചു. പരിക്കൊന്നുമില്ല. മരിയാനെറ്റോയും അഷ്ടമൂർത്തിയും കൂടി ഇറങ്ങി വന്നു. നായ നയോമിയെ തന്നെ നോക്കി നിൽപ്പാണ്. ഇതെന്തു പറ്റി? അഷ്ടമൂർത്തി ചോദിച്ചു. നായയെ കണ്ട് പേടിച്ചോടിയതാ, നയോമി പറഞ്ഞു. ജിക്കു, നീ ആ കുഞ്ഞിനെ പേടിപ്പിച്ചോടാ? മരിയാനെറ്റോ ചോദിച്ചപ്പോൾ നായ അവരുടെ നേർക്കു നോക്കി ഒന്ന് വാലാട്ടി. വീണ്ടും അവൻ നയോമിയിൽ തന്നെ കണ്ണു നട്ടു. നയോമി കുട്ടിയെയും കൊണ്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. നായ അവൾ പോയ ഭാഗത്തേക്ക് തന്നെ നോക്കി സംശയിച്ചു നിന്നു. അതിനുശേഷം മുറ്റത്തൂടെ മണം പിടിച്ചു നടന്നു. ഗേറ്റ് വരെ പോയിട്ട് തിരിച്ചു വന്നു. മുറ്റത്ത് അവിടെ മണം പിടിച്ചു. ഒടുവിൽ വീട്ടുവരാന്തയ്ക്ക് മുന്നിൽ വന്ന് അകത്തേക്കും നോക്കി നിൽപ്പായി. അടുത്ത വീട്ടിലെ പട്ടിയ മിക്കപ്പോഴും ഇവിടെ വന്ന് കിടക്കും. കുറച്ച് പ്രായമുണ്ട്, വയസ്സനായി, മരിയാനെറ്റോ പറഞ്ഞു. നയോമിയെ കണ്ടിട്ട് ഇവനും തോന്നിയോ അത് സിത്താരയാണെന്ന്? അഷ്ടമൂർത്തി തമാശ രൂപേണ ചോദിച്ചു. തോന്നിക്കാണും. അവൻ്റെ നിൽപ്പും നോട്ടം കണ്ടില്ലേ? അവൾ കയറി പോയിടത്തേക്ക് തന്നെ. പക്ഷേ നായ്ക്കൾക്ക് കാഴ്ചയേക്കാൾ ഗന്ധമാണ് പ്രധാനം. പരിചയമുള്ള ഒരാളുടെ ഗന്ധം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അവൻ തിരിച്ചറിയും. മണം പിടിച്ച് തിരിച്ചറിയാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ. നയോമിയെ അവന് പരിചയമില്ല. സിത്താരയായിരുന്നെങ്കിൽ സംഗതി ശരിയാണ്. അവൾ ജിക്കുവിന് കുറേ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ചെറുപ്പകാലത്ത് അവൾ അവനെയും വിളിച്ചുകൊണ്ട് നടക്കാൻ പോകുമായിരുന്നു തോട്ടത്തിൽ. പിന്നെ അവൾ അവനെക്കൊണ്ട് ചില സർക്കസുകൾ ചെയ്യിക്കുമായിരുന്നു. ഷേഖ് ഹാൻ്റെ 2 കാലിൽ നടത്തം, കെട്ടിത്തൂക്കിയിട്ട റൊട്ടി ചാടി കടിച്ചെടുക്കൽ, അങ്ങനെ ഓരോ കുസൃതികൾ. സിത്താര പോയ ശേഷം ഇവനിവിടെ വരാറില്ലേ? വരും. ഞാൻ എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും. ഈ മുറ്റത്ത് വെയിലിലും തണലിലും മാറി മാറി കിടന്ന് വിശ്രമിക്കും. ആരെയോ പ്രതീക്ഷിക്കുന്ന പോലെ ഗേറ്റിന് നേർക്ക് നോക്കിക്കൊണ്ട് കാതു കൂർപ്പിച്ചിരിക്കും. ഇതൊക്കെ മിക്കവാറും പതിവുള്ളതാ. സിത്താര ഇനിയും വരുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ആരെ പ്രതീക്ഷിക്കാത്ത? മരിയാനെറ്റോയുടെ സ്വരം ആർദ്രമായി. അഷ്ടമൂർത്തി ജിക്കുവിനെ നോക്കി. അവൻ പോകാൻ ഉദ്ദേശമില്ലെന്ന് തോന്നി. മരിയാനെറ്റോ അവനോട് പറഞ്ഞു. അത് സിത്താരയൊന്നുമല്ല. നീ ആ കുഞ്ഞിനെ പേടിപ്പിക്കാൻ വേണ്ടി ഇവിടെ കിടക്കണ്ട, പോയിക്കോ. ജിക്കു സംശയത്തോടെ മരിയാനെറ്റോയെ നോക്കി. നിന്നോട് തന്നെയാ പറഞ്ഞത്. ആ കൊച്ചിന് നിന്നെ കാണുന്നത് പേടിയാ. നീ പോയിക്കോ. ജിക്കു അഷ്ടമൂർത്തിയെയും മരിയയെയും നോക്കി. വീട്ടുവരാന്തയിലേക്ക് നോക്കി. പിന്നെ ഗേറ്റിലേക്ക് തിരിച്ചു നടന്നു. അവിടെ ചെന്നു നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. അവന് പോകാനൊരു മടി. അഷ്ടമൂർത്തി പറഞ്ഞു. അവർ തിരിച്ച് ഗ്ലാസ് ജനലുകൾ കൊണ്ട് ഉടനീളം മറച്ച വരാന്തയിലേക്ക് കയറി. നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ഹോട്ടലിൽ നിന്നും ഊണ് കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്, അഷ്ടമൂർത്തി പറഞ്ഞു. ഓക്കെ, വൈകുന്നേരത്തേക്ക് നമുക്ക് പുറത്ത് എവിടെ നിന്നെങ്കിലും കഴിക്കാം. നിങ്ങളും കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. സന്തോഷമേ ഉള്ളൂ. എനിക്ക് അവളുടെ മുഖം കൂടെ കൂടെ കാണാമല്ലോ. സിത്താരയെ ഇനി ഒരിക്കലും ജീവനോടെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വേദനിച്ചതിന് കണക്കില്ല. സിത്താരയുടെ കൂടപ്പിറപ്പല്ലേ അവൾ. ഞാൻ അവളെയും സിത്താരയായിട്ട് കണ്ടാൽ മതിയല്ലോ, മരിയാനെറ്റോ വിഷാദത്തോടെ പറഞ്ഞു. എന്നാൽ റെഡിയായിക്കോളൂ. സിത്താര പഠിച്ച സ്കൂൾ നയോമിക്ക് കാട്ടിക്കൊടുക്കാം. പിന്നെ എസ്റ്റേറ്റിലൊന്ന് പോകണം. ആ കുട്ടിക്ക് അതിലൊന്നും താല്പര്യവുമില്ലാത്ത പോലെ. നമ്മൾ പറയുന്നത് അവളെ സ്പർശിക്കുന്ന പോലുമില്ലെന്ന് തോന്നുന്നു, മരിയാനെറ്റോ പറഞ്ഞു. അവൾക്ക് ഓർമ്മയുറച്ച ശേഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവളുടെ ഇരട്ട സഹോദരി ജീവിച്ച വീടല്ലേ ഇത്? അവൾ ഇനിയൊരിക്കലും കാണാനിടയില്ലാത്ത സിത്താരയെ പറ്റിയല്ലേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? മാഡം ഒന്ന് ഓർക്കണം, അവൾ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയവളാണ്. അവൾ നയോമിയാണെന്ന് പോലും അവൾക്കറിഞ്ഞുകൂടാ. 24 വയസ്സുള്ള ഒരു വലിയ കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ എങ്ങനെയിരിക്കും? അതിനെന്തറിയാം? 2-3 മാസം കൊണ്ട് കിട്ടിയ പരിചയങ്ങളേയുള്ളൂ. പക്ഷേ അവൾക്ക് ഡ്രസ് ചെയ്യാനറിയാം, കുഞ്ഞിനെ നോക്കാനറിയാം, എഴുതാനും വായിക്കാനും അറിയാം, അഭിനയിക്കാനും അറിയാം, ഇല്ലേ? മരിയാനെറ്റോ ചോദിച്ചു. അവളുടെ ബ്രെയിനിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. ഒരു ഡാറ്റാ ബാങ്ക് പ്രവർത്തനരഹിതമായെന്നേ ഉള്ളൂ. തലച്ചോറ് മുഴുവൻ കത്തിപ്പോയിട്ടൊന്നുമില്ല, അഷ്ടമൂർത്തി പറഞ്ഞു. മരിയാനെറ്റോ അവരോടൊപ്പം പോകാൻ വേഷം മാറി ഒരുങ്ങി വന്നു. കാറിൽ കയറി അവർ യാത്ര തിരിച്ചു. ആദ്യം അവർ മർഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് പോയത്. ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച സ്കൂൾ കെട്ടിടത്തിന് മുൻപിൽ കാർ നിർത്തി. ജെ മർഫി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നെഴുതിയ പ്രധാന കെട്ടിടം. മുറ്റത്ത് ചുവന്ന പൂക്കൾ ചൂടി അലങ്കൃതമായ വാഗമരം. ഇവിടെയാണ് സിത്താര പഠിച്ചത് എത്രയോ വർഷങ്ങൾ, മരിയാനെറ്റോ പറഞ്ഞു. മർഫി സാഹിബിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച സ്കൂളാണിത്.
മർഫി സാഹിബാണ് ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ തോട്ടം സ്ഥാപിച്ചത്. പണ്ട് കാടായിരുന്ന ഈ സ്ഥലം വെട്ടിത്തെളിച്ചു റബ്ബർ തോട്ടം നിർമ്മിച്ചു. അയർലൻഡുകാരനായിരുന്ന മർഫി സാഹിബിൻ്റെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അമ്മയെ സ്മരിക്കാൻ വേണ്ടി എൻ തായ് ആർ എന്നാണ് എസ്റ്റേറ്റിന് പേരിട്ടത്. അന്ന് മലയാള ഭാഷയിൽ തമിഴിന് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിലെ എസ്റ്റേറ്റുകളിൽ. എൻ തായ് ആർ. അഷ്ടമൂർത്തി ആ പേര് ഉച്ചരിച്ചു. എൻ്റെ അമ്മ അവർകളാണോ? അന്ന് ആ കാരമായിരുന്നല്ലോ. ഓ കാരമാണോ ഉപയോഗിച്ചിരുന്നതെന്ന് തീർച്ചയില്ല. എന്തായാലും കാലക്രമത്തിൽ അത് പറഞ്ഞു പറഞ്ഞ് ഏന്തയാറായി മാറി. ഈ ചെറിയ പുഴയാണോ മണിമലയാർ? നയോമി ചോദിച്ചു. ഇതിന് പുല്ലകയാർ എന്നാണ് ഇവിടുത്തുകാർ പറയുക. മണിമലയാറിൻ്റെ പോഷക നദിയാണ്, മരിയാനെറ്റോ പറഞ്ഞു. സ്കൂൾ വിടുന്ന സമയമായിരുന്നു. മണിയൊച്ചയ്ക്ക് ശേഷം യൂണിഫോം അണിഞ്ഞ വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അവരുടെ തിക്കും തിരക്കും അവസാനിക്കുന്നതുവരെ അഷ്ടമൂർത്തിയും കൂട്ടരും സ്കൂൾ അങ്കണത്തിൽ തന്നെ നിന്നു. ദാ അപ്പുറത്ത് കാണുന്ന സ്കൂൾ ഗ്രൗണ്ട് ഇപ്പോൾ പ്രസിദ്ധമാണ്, മരിയനെറ്റോ കൈ ചൂണ്ടിക്കാട്ടി. വാഗമണ്ണിൽ ഗ്ലൈഡർ പരിശീലനത്തിനും മത്സരത്തിനും വരുന്നവർ ആ ഗ്രൗണ്ടിലേക്കാണ് പറന്നിറങ്ങുന്നത്. ഓ, അതാണല്ലേ സ്ഥലം? അഷ്ടമൂർത്തി കൗതുകത്തോടെ നോക്കി. വാ, നമുക്ക് സ്റ്റാഫ് റൂമിലൊന്ന് കയറാം. സിത്താരയെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. അവർ 4 പേര് കൂടി സ്കൂളിൻ്റെ ഓഫീസിലേക്ക് ചെന്നു. അധ്യാപകർ വീട്ടിലേക്ക് മടങ്ങാനുള്ള തിടുക്കത്തിലായിരുന്നു. സ്റ്റാഫ് റൂമിൻ്റെ വാതിൽക്കലേക്ക് ചെന്ന് മരിയനെറ്റോ പൊതുവായി പറഞ്ഞു. ഗുഡ് ഈവനിങ് ടീച്ചേഴ്സ്. മരിയനെറ്റോയെ ഒട്ടുമിക്ക ടീച്ചർമാർക്കും അറിയാം. പുതുതായി ജോലി കിട്ടി വന്നയാൾക്ക് മാത്രമേ പരിചയമില്ലാതുള്ളൂ. അഷ്ടമൂർത്തിയുടെ പിന്നിൽ നീങ്ങി നിന്നപ്പോഴാണ് അധ്യാപകർ നയോമിയെ കണ്ടത്. ഗോഡ്, ഇതാരാ? നമ്മുടെ സിത്താരക്കുട്ടിയല്ലേ? ലൂസി ടീച്ചർ വേഗം മുന്നോട്ട് വന്നു നയോമിയുടെ കൈ പിടിച്ചു. നീ എന്താടി ഇങ്ങനെ പുറകിൽ നിന്ന് കളഞ്ഞത്? ഞങ്ങളെ പറ്റിക്കാനാണോ അതോ സർപ്രൈസ് ആക്കാനോ? അപ്പോഴേക്കും മറ്റ് അധ്യാപകരും കൂടി വന്ന് നയോമിയെ പൊതിഞ്ഞു. മരിയനെറ്റോയും അഷ്ടമൂർത്തിയും അപ്രസക്തരായി. ഇവിടുന്ന് പോയ ശേഷം എപ്പോഴൊക്കെ എന്തയാറിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നീ ആദ്യം ഇങ്ങോട്ടല്ലേ ഓടിക്കേറി വരിക? മേരിക്കുട്ടി ടീച്ചർ ആശ്ചര്യത്തോടെ പറഞ്ഞു. ദേ കണ്ടില്ലേ, ഇപ്പോൾ യാതൊരു പരിചയവും ഇല്ലാത്ത പോലെ നിൽക്കുന്നു. നോട്ടം കണ്ടോ? ആരെ മനസ്സിലായില്ലേടി നിനക്ക്? നയോമി അവരെ ആരെയും നോക്കാതെ അഷ്ടമൂർത്തിയുടെ നേർക്ക് നോട്ടം വിട്ടു. സോറി. അഷ്ടമൂർത്തി അധ്യാപകരോട് ക്ഷമാപണം നടത്തി. അവൾക്ക് ഡിമൻഷ്യയാണ്. കഴിഞ്ഞ വർഷം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. മാസങ്ങളോളം കോമയിൽ കിടന്നു. ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. പിന്നീട് അത്ഭുതകരമായി റിക്കവർ ചെയ്തു. പക്ഷേ കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല, സ്വന്തം പേര് പോലും. എല്ലാവരും അമ്പരപ്പോടെ നയോമിയെ നോക്കി. ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സിത്താരയുടെ മരണം ആരും അറിഞ്ഞിട്ടില്ലെന്ന് അഷ്ടമൂർത്തിക്ക് ഇപ്പോൾ ബോധ്യമായി. നയോമി അയാളുടെ നേർക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് നിന്നു. താൻ അവളെ ഓർമ്മ നഷ്ടപ്പെട്ട സിത്താരയായി അവതരിപ്പിച്ചത് അവൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലെന്ന് അഷ്ടമൂർത്തി ഊഹിച്ചു. ഞാൻ ഫ്രാൻസിസ് സേവ്യർ. സിത്താരയെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ മുന്നോട്ട് നീങ്ങി ഷേക്ക് ഹാൻഡിനായി കൈനീട്ടി. നയോമി അയാൾക്ക് ഷേക്ക് ഹാൻഡ് നൽകി. മേഴ്സിക്കുട്ടി മാത്തുവിനെ അറിഞ്ഞുകൂടെ? ഇത് മധുചന്ദ്ര, വിജയമ്മ. എഫ്രേം സാർ എവിടെ? പോയോ? നയോമി ആരോടും ഒന്നും പുഞ്ചിരിക്കുക പോലും ചെയ്തില്ല. നീ ഞങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു, മേഴ്സിക്കുട്ടി മാത്യു നയോമിയോട് പറഞ്ഞു. സ്കൂൾ ലീഡർ, ഒന്നാന്തരം പ്രാസംഗിക, വോളിബോൾ പ്ലെയർ, അങ്ങനെ പല രംഗങ്ങളിലും നീ മറ്റുള്ളവരെക്കാൾ വളരെ മുൻപിലായിരുന്നു. നീ പിയാനോ വായിക്കും, ഓർമ്മയുണ്ടോ? ഇല്ല. കഷ്ടം, ഒന്നും ഓർമ്മയില്ലേ? ഇല്ല. നിന്റെ ഫോട്ടോഗ്രാഫ്സ് ഞാൻ കാണിച്ചു തരാം. മേഴ്സിക്കുട്ടി മാത്യു അവളെ ഓഫീസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ 4 ഭിത്തികളിലായി ഫ്രെയിം ചെയ്തു വച്ചിരുന്ന അനേകം ഫോട്ടോകളിൽ ചിലത് കാട്ടിക്കൊടുത്ത് മേഴ്സിക്കുട്ടി ടീച്ചർ പറഞ്ഞു. ഇത് നീ SSLCക്ക് പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോ. അപ്പുറത്തിരിക്കുന്നത് ഹയർ സെക്കൻഡറിക്ക് ചേർന്നതും പിരിഞ്ഞു പോയപ്പോൾ എടുത്തതും. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ ചില വ്യക്തിഗത മത്സരങ്ങളിൽ പങ്കെടുത്ത് കിട്ടിയ ട്രോഫികളുമായി നിൽക്കുന്നതിൻ്റെ ചില ഫോട്ടോകളും ഉണ്ടായിരുന്നു. പക്ഷേ നയോമി അതൊന്നും കാണാൻ ഒരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല. ഇത് അധ്യാപകരെ അത്ഭുതപ്പെടുത്തി. സാധാരണ സിത്താര വരുമ്പോൾ ഇതിൻ്റെയെല്ലാം മുൻപിൽ ഗൃഹാതുരത്വത്തോടെ വന്ന് നിൽക്കാറുണ്ട്. ഇപ്പോൾ കേവല കൗതുകം പോലും പ്രകടിപ്പിക്കുന്നില്ല. കഴിഞ്ഞില്ലേ, നമുക്ക് പോകാം, നയോമി അസ്വസ്ഥത പ്രകടിപ്പിച്ച് അഷ്ടമൂർത്തിയോട് പറഞ്ഞു. സോറി, വേറൊരു ദിവസം വരാം. ഇന്ന് വല്ലാതെ ഡിപ്രസ്ഡ് ആണ് അവൾ. മരിയനെറ്റോ അധ്യാപകരോട് ക്ഷമാപണം നടത്തി. നയോമി മിന്നുമോളുടെ കൈപ്പിടിച്ച് നടന്നു കഴിഞ്ഞു. വേറൊരു ദിവസം നമുക്ക് വിശദമായി പരിചയപ്പെടാം. അവളെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളുടെയൊക്കെ സഹായം വേണ്ടിവരും, അഷ്ടമൂർത്തി അധ്യാപകരോട് വിനയാന്വിതനായി പറഞ്ഞു. അവരെല്ലാം അന്തം വിട്ടു നിൽക്കെ അഷ്ടമൂർത്തിയും മരിയനെറ്റോയും നയോമിയെ പിന്തുടർന്ന് നടന്നുപോയി. കാറിനരികിൽ ചെന്ന് നയോമി കാത്തുനിന്നു. അവളുടെ കണ്ണിൽ കലഹത്തിൻ്റെ വിത്തുകൾ മുളപൊട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ആ സ്കൂളുമായി എന്ത് ബന്ധം? എന്നെ എന്തിനവിടെ കൊണ്ടുപോയി? കാറിനടുത്തേക്ക് വന്ന അഷ്ടമൂർത്തിയോടും മരിയനെറ്റോയോടും അവൾ ചോദിച്ചു. ദേഷ്യത്തേക്കാൾ സങ്കടമായിരുന്നു അവളുടെ സ്വരത്തിൽ. നിന്റെ സഹോദരി പഠിച്ച സ്കൂളല്ലേ? അവളെ പഠിപ്പിച്ച അധ്യാപകരല്ലേ? അവർക്കൊക്കെ എന്ത് വാത്സല്യമാണ് സിത്താരയോട് എന്ന് മനസ്സിലായില്ലേ? അഷ്ടമൂർത്തി ചോദിച്ചു. എന്നിട്ടെന്തിനാ അവരോട് കളവ് പറഞ്ഞത്? ഞാൻ സിത്താരയാണെന്ന മട്ടിൽ.
നീ സിത്താരയാണെന്ന് പറഞ്ഞില്ല. അവരങ്ങനെ തെറ്റിദ്ധരിച്ചതാണ്. ഞങ്ങളത് തിരുത്തിയില്ലെന്ന് മാത്രം. നീ നയോമിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകും. നിന്നെ തട്ടിക്കൊണ്ടുപോയ കഥയും തിരിച്ചു കിട്ടിയ കഥയുമൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ആക്സിഡൻ്റ് ആക്കിയത്. അതൊരു വിധത്തിൽ ആക്സിഡൻറ്റിന് സംഭവിച്ചതാണല്ലോ. ഡിമൻഷ്യ ആണെന്ന് പറഞ്ഞതും സത്യം. അഷ്ടമൂർത്തി മതിയായ വിശദീകരണം നൽകി. നയോമി മറുപടിയൊന്നും പറയാതെ കാറിൽ കയറിയിരുന്നു. ഇനി എസ്റ്റേറ്റിലേക്ക് പോകാം, അഷ്ടമൂർത്തി പറഞ്ഞു. നമ്മളെപ്പോഴാണ് തിരിച്ചു പോവുക? നയോമി തിരക്കി. ഇന്ന് എന്തായാലുമില്ല. അങ്കിളിന് കാർ ഓടിക്കാൻ വയ്യെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യാം. നയോമിക്ക് ഡ്രൈവിംഗ് അറിയാമോ? നയോമി ആലോചിച്ചു നോക്കി. പഠിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെയൊരു തോന്നലിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന കാറല്ലിത്. അതോടെ നയോമി ഇന്ന് തന്നെ തിരിച്ചു പോകണം എന്ന ആശയം ഉപേക്ഷിച്ചു. അഷ്ടമൂർത്തിക്ക് മരിയാനെറ്റോ എസ്റ്റേറ്റിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. മോറിസൺ എസ്റ്റേറ്റ് എന്ന ബോർഡ് വെച്ച ഗേറ്റ് കടന്ന് റബ്ബർ തോട്ടത്തിലൂടെ ഓടിയ കാർ എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്നു. അവിടെ വിശാലമായ മുറ്റത്ത് പലയിടത്തായി ഏതാനും വിലപിടിച്ച കാറുകൾ കിടപ്പുണ്ടായിരുന്നു. ഇന്നിവിടെ എന്തോ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേ നാളുകളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു, മരിയാനെറ്റോ പറഞ്ഞു. ആരുടെ മീറ്റിംഗ്? ആർക്കാണ് ഇതിനുള്ളിൽ കയറാൻ അവകാശം? അഷ്ടമൂർത്തി ചോദിച്ചു. നമ്പ്യാർ സാറിൻ്റെ അനുജനും സഹോദരിയും അവരുടെ മക്കളും, മരിയാനെറ്റോ പറഞ്ഞു.